സുപ്രഭാതം ലഹരി വിരുദ്ധ യാത്രയെ എതിരേൽക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ പന്നിക്കോട് പ്രദേശത്ത് വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. യാത്രയെ സ്വീകരിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതി യോഗം പ്രദേശത്ത് നടന്നു. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ യോഗത്തിൽ സംബന്ധിച്ച് പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. എൻ്റെ പേര് ഗോപാലൻ. ഞാൻ ഇച്ചക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിഡൻ്റാണ്. ഈ ഒരു പ്രചരണ പരിപാടി പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മഹാമാരിയെ നമുക്ക് തൂത്തെറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ സുപ്രഭാതം നടത്തുന്ന ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അത് നാട്ടിലെ പ്രത്യേകിച്ചും പന്നിക്കോടിൻ്റെ ഈ ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള പന്നിക്കോടിൽ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഞങ്ങളും പങ്കാളികളാകും. തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പന്നിക്കോട് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലൻ കുനൂർ, എസ് എ നാസർ ചെറുവാടി, ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ കൺവീനർ ഷെരീഫ് അക്കരപ്പറമ്പിൽ, പന്നിക്കോട് ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതി ചെയർമാൻ മജീദ് പുതുക്കുടി, സാമൂഹിക പ്രവർത്തകൻ പുളിക്കൽ അബ്ദുൽ മജീദ് മാസ്റ്റർ, SYS പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻ പുത്തലത്ത്, ഭാരതീയ ജനതാ പാർട്ടി നേതാവ് ബാബു മൂലയിൽ, സുപ്രഭാതം ഡയറക്ടർ കെ മോയിൻകുട്ടി മാസ്റ്റർ, കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ UP മുഹമ്മദ് സാഹിബ്, ജാഗ്രതാ സമിതി കൺവീനർ P ഹരിദാസൻ മാസ്റ്റർ, സുപ്രഭാതം CEO മുസ്തഫ മുണ്ടുപാറ, CPIM നേതാവ് ഉണ്ണി കൊട്ടാരത്തിൽ, രമേശ് പണിക്കർ പന്നിക്കോട്, സമസ്ത പ്രവാസി സെൽ നേതാവ് മൂസക്കുട്ടി നെല്ലിക്കാപ്പറമ്പ്, മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PG മുഹമ്മദ്, കോൺഗ്രസ് നേതാവ് CK നജീബ്, AUP സ്കൂൾ PTA ഭാരവാഹി ബഷീർ പാലാട്ട്, പന്നിക്കോട് മസ്ജിദ് സുന്നിയ സെക്രട്ടറി UP അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കൈകോർക്കാൻ ലഹരിക്കെതിരെ എന്ന ഒരു പ്രമേയമായിട്ട് ഞങ്ങൾ ഈ ചെറിയ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നിന്ന് ഞങ്ങൾ 6 കിലോമീറ്ററോളം ഒരു മനുഷ്യച്ചങ്ങല തീർത്തു. ജാതി മത വർണ്ണങ്ങൾക്ക് ഭേദമന്യേ ഞങ്ങളെല്ലാവരും കൈകോർത്തുകൊണ്ട് ഒരു മത്സ്യച്ചങ്ങല തീർത്തു. ഞങ്ങൾ കൊടിയത്തൂർ പഞ്ചായത്തിലെ 7 വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ 6 കിലോമീറ്റർ മനുഷ്യച്ചങ്ങല തീർത്തിട്ടുണ്ട്. അത് എല്ലാവരും എല്ലാ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഒത്തൊരുമയോട് കൂടി ആ മനുഷ്യച്ചങ്ങല നടത്തി. അതിനുശേഷം ഞങ്ങൾ പുതിയ കുറേ ആശയങ്ങൾ കണ്ടെത്തി. അതുപോലെ ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇനിയും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അതിൻ്റെ മീറ്റിംഗ് കൂടി ഞങ്ങൾ ഓരോ ക്ലസ്റ്റർ രൂപത്തിൽ ഞങ്ങൾ 50 വീട് വെച്ചിട്ട് നമ്മൾ ഓരോ കൺവീനർമാരെയും അതുപോലെ തന്നെ ചെയർമാനെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടിയത്തൂർ പഞ്ചായത്തിൽ 7 വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുപ്രഭാതത്തിൻ്റെ ഈ ലഹരിക്കെതിരെയുള്ള ഈ യാത്ര വയനാട് നിന്ന് മലപ്പുറത്തേക്ക് നടക്കുന്ന ഈ യാത്ര പന്നിക്കോട് അതിൻ്റെ ഒരു ഹബ്ബാണ്. അതുകൊണ്ട് പന്നിക്കോടും ആ യാത്രേൻ്റെ ഒരു ആഭിമുഖ്യമുണ്ട്. പ്രത്യേകിച്ചും വളരെ സന്തോഷമുണ്ട്. ആ യാത്രേൻ്റെ ഒരു സ്വസംഗത്തിനാണ് എത്തിയിട്ടുള്ളത് ഞാൻ. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുള്ളതാണ്. സുപ്രഭാതത്തിൻ്റെ ലഹരി വിരുദ്ധ യാത്ര, അത് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് ഞങ്ങളെ പന്നിക്കോട്ടെ ജാഗ്രതാ സമിതിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും അർപ്പിക്കുകയാണ്. ഈ ജാഥ എത്തിച്ചേരുമ്പോൾ ജാഗ്രതാ സമിതിയുടെ മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേരുകയും ഇത് വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണം എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തും. പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ കാര്യങ്ങൾ ഏത് സംഘടന പ്രവർത്തിക്കുകയാണെങ്കിലും അതിനോട് സഹകരിക്കാനുള്ള ഒരു തീരുമാനമാണ്. പ്രത്യേകിച്ച് പന്നിക്കോട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മത ജാതി ചിന്തകൾക്കതീതമായി എന്നും എക്കാലത്തും ഒറ്റക്കെട്ടായി ചേർന്ന് നിന്ന ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് ഈ പഞ്ചായത്തിൻ്റെ പന്നിക്കോട് എന്നുള്ളത്. അത് ഞങ്ങൾ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. പന്നിക്കോട് ഇതിന് മുൻപ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നിരീക്ഷണത്തിൽ വെക്കുകയും ചെയ്തൊരു സ്ഥലമാണ് പന്നിക്കോട്. അതിൻ്റെയൊക്കെ ആയിരിക്കാം പന്നിക്കോട് ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ടാകുക. ഈ സുപ്രഭാതം ദിനപത്രം 7-ാം തീയതി തുടങ്ങി 12-ാം തീയതി വരെ നടത്തുന്ന 3 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ഏപ്രിൽ 10 രാവിലെ 11 മണിക്കാണ് സുപ്രഭാതം ലഹരി വിരുദ്ധ യാത്ര പന്നിക്കോട് പ്രദേശത്ത് എത്തുന്നത്. യാത്രയുടെ ആ ദിവസത്തെ ആദ്യ പ്രോഗ്രാം രാവിലെ 9 മണിക്ക് മുക്കത്തും 11 മണിക്ക് പന്നിക്കോടും 4 മണിക്ക് അരീക്കോടും പ്രയാണം നടത്തിയ ശേഷം 7 മണിക്ക് എടവണ്ണപ്പാറയിൽ സമാപിക്കും. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.